ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും എന്ന തരത്തിൽ ചില ചർച്ചകൾ നടന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അറിഞ്ഞതും. സാധ്യതയുണ്ട്, ഇല്ലാതില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ സാദിഖലി തങ്ങൾ പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാണ്. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ, പ്രവാചകൻ ഭൂമി ഉരുട്ടിയോ ചന്ദ്രനെ പിളർത്തിയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ അഭിപ്രായം പറഞ്ഞ വലിയ ഒരു കുത്തുബയൊക്കെ നടത്തിയ വ്യക്തിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് സതീശനെ പിന്തുണച്ചിരിക്കുന്നു ലീഗ് എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അതായത് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന ഒരാവശ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഔദ്യോഗികമോ അല്ലെങ്കിൽ പകുതി അനൗദ്യോഗികമോ ഔദ്യോഗികമോ ആയിട്ട് ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ തുടങ്ങിയവരുടെ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആര് മുഖ്യമന്ത്രിയായാലും ശരി UDF ഭരിക്കും എന്ന് ഇവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് സതീശനിലൂടെ പല കാര്യങ്ങളിലേക്കും എത്താൻ സാധിക്കും. സതീശൻ വിട്ടുവീഴ്ചയുടെ ആളാണ്. സത്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല അധികം സംസാരിക്കില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് അല്പം വിട്ടുവീഴ്ച മനോഭാവം കുറവാണ്. അത് കെ സി വേണുഗോപാലിനും അങ്ങനെ തന്നെ. പക്ഷേ സതീശൻ അങ്ങനെയല്ല. സതീശൻ എല്ലാവരെയും സോപ്പിട്ട് ചിരിച്ച് സോപ്പിട്ട് നിൽക്കാൻ നല്ല മിടുക്കാണ്. അപ്പം സതീശനോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ സതീശൻ എങ്ങനെങ്കിലും ഹൈക്കമാൻഡിൻ്റെ കാലും കൈയും പിടിച്ചോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഒക്കെ ചർച്ച നടത്തിയൊക്കെ തന്നെ വേണ്ട സ്ഥാനങ്ങളൊക്കെ തന്നെ, ഇനി ആഭ്യന്തരമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളോ അതുപോലെ ഗവൺമെൻറ് ചീഫ് വിപ്പോ സ്പീക്കർ സ്ഥാനമോ എന്ത് വേണമെങ്കിലും ലീഗിന് കൊടുക്കും. അതാണ് ലീഗ് അങ്ങനെ എറിയുന്നത്. സതീശനെ കൂടെ നിർത്തി സതീശനിലൂടെ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടന്നു കയറി അങ്ങ് ഈ ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്തതുപോലെ അവസാനം എല്ലാത്തിനും ഒട്ടകം തല ബാക്കി വെച്ചു, ബാക്കിയെല്ലാം അകത്തായി കഴിയുമ്പോഴായിരിക്കും സതീശൻ കാര്യം അറിയുന്നത്. സതീശൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വി ഡി സതീശനെ നമുക്ക് രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വ്യക്തിപരമായിട്ടും അറിയാം. സതീശൻ ആ രീതിയിൽ പ്രവർത്തിക്കാൻ, അതായത് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ എല്ലാവരെയും സോപ്പിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ചെന്നിത്തലയോ ഒന്നും അങ്ങനെ അല്ലതാനും, തിരുവഞ്ചൂരും അങ്ങനെയല്ല. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഒരു വിധത്തിൽ അങ്ങനെയാണ്. പക്ഷേ കെ കരുണാകരൻ അങ്ങനെ ആയിരുന്നില്ല. AK ആൻ്റണിയും അങ്ങനെ ആയിരുന്നില്ല. അപ്പം സതീശൻ തന്നെ വന്നാൽ ലീഗിന് സന്തോഷം. ലീഗ് തന്നെ ഭരിക്കും. സതീശൻ്റെ പേരിൽ ലീഗിന് ഭരിക്കാം. കാര്യങ്ങളൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ലീഗിൻ്റെ ഭരണം കേരളത്തിൽ അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഭരണവുമായി കൂട്ടിക്കുഴച്ച്, രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് വേണ്ട നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം, പണം സമ്പാദിക്കാം, എന്തും ചെയ്യാം. അപ്പം സതീശൻ കീ ജയ്. അപ്പം കുഞ്ഞാലിക്കുട്ടി ആയതിന് തുല്യമാണ് സതീശൻ ആയിക്കഴിഞ്ഞാൽ എന്നാണ് സാദിഖലി തങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. നോക്കാം.